നമുക്കൊപ്പം ഡൊമിനിക് പ്രസന്റേഷൻ കൂടി ചേരുകയാണ്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, കെട്ടിച്ചമച്ച കേസാണെന്ന് കോടതി കണ്ടെത്തുകയല്ലേ, എന്താണ് പ്രതികരണം? ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിരുന്നില്ല. ഞാനാണിത് ആദ്യമായിട്ട് കൊടുക്കുന്നത്, പിന്നെയാണ് സുഹാസ് നായരും വാഹിദും അതിൻ്റെ കൂടെ ഇത് കൊടുക്കുന്നത്. അപ്പം അന്ന് എനിക്ക് ഉത്തരബോധം ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത് മാത്രമല്ല, ഞാൻ ഈ വനിതാ MLA വരെ കാണുന്ന സഹോദരിമാരുടെ മാതിരിയാണ്. ഈ ഒത്തിരി അടുപ്പമുള്ളവരാണ്. ഇപ്പോൾ ജമീല പ്രകാശ് ആണെങ്കിൽ കേസിലുള്ള കാലം തൊട്ട് എനിക്കറിയാവുന്ന ആളാണ്. അതുപോലെ ലതികയാണെങ്കിൽ ഞാൻ 2 ടേം അവർ അറിയുന്നു. അപ്പോൾ ഞങ്ങൾ ഒരിക്കലും ഒരു വനിതാ MLA ഒരു തരത്തിലും അവരെ അവഹേളിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ചെയ്യത്തുമില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഈ ആരോപണം വന്നപ്പോഴേക്കും കുറച്ച് വിഷമമുണ്ടായി. പക്ഷെ എന്നാൽ എനിക്ക് ഉറപ്പായിരുന്നു ഇത് അസത്യമാണ്, അതുകൊണ്ട് സത്യം ജയിക്കും, ഞങ്ങളുടെ ഭാഗത്താണ് സത്യം എന്നുള്ളതിന് എനിക്ക് ഉറപ്പായിരുന്നു. ഏതായാലും ശരി, നീതിപീഠം ഞങ്ങൾക്ക് റിലീഫ് തന്നതിൽ സന്തോഷമുണ്ട്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ആർക്കു വേണ്ടിയാണോ അന്ന് താങ്കളും ശിവദാസൻ നായരും ചെറുത്തുനിൽപ്പ് നടത്തിയത്, ആ വ്യക്തിയുടെ മകനിപ്പോൾ ഇതേ ഈ പരാതി ഉന്നയിച്ച ആളുകളുടെ മുന്നണിയിലാണ്. ആ സത്യം തെളിഞ്ഞു വന്നപ്പോഴേക്കും അങ്ങനെ ഒരു കാര്യം കൂടി സംഭവിച്ചല്ലോ. ആ ജോസ് കെ മാണിയും വേറെ രസമുള്ളത്, ഞാനും കൂടെ ഒരു ചാനൽ ചർച്ച ഉള്ളപ്പോഴാണ് മാണിസാറിനെതിരായിട്ട് അന്ന് ആ ബിജു രമേശ് ആരോപണം ഉന്നയിക്കുന്നത്. ഞാൻ ആ ചാനലിൽ നിന്ന് തന്നെ തെറ്റാണെന്ന് ഞാൻ ചലഞ്ച് ചെയ്ത ആളാണ്. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു അദ്ദേഹം തെറ്റുകാരൻ അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അദ്ദേഹം തെറ്റുകാരനല്ല ഒരിക്കലും. അതാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ജോസ് കെ മാണി രാഷ്ട്രീയക്കാരൻ അപ്പുറത്ത് പോയി, അദ്ദേഹത്തിന്റെ മനസാക്ഷി പറയുന്നുണ്ടാവും. ഇത് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചുവെന്നേ ഉള്ളൂ. താങ്കൾ അത്രയും ചെറുത്തു നിന്നത് അന്ന് ദൃശ്യങ്ങളിൽ കണ്ട ഓർമ്മയുണ്ട്, അതുകൊണ്ട് അത് തീർച്ചയായിട്ടും. മാത്രമല്ല, ഇത് രസമുള്ളതറിയോ, ഈ വനിതാ MLA കൊണ്ട് അന്നത്തെ ഗവർണർ സദാശിവത്തെ കാണാൻ പോയിരുന്നു. അന്ന് അദ്ദേഹം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, വേർ യു അറ്റ് ദ ടൈം ഓഫ് ദ ഇൻസിഡന്റ് എന്ന്. പക്ഷെ ഇവര് ട്രഷറി ബെഞ്ചിൽ മുഖ്യമന്ത്രിയുടെ അങ്ങോട്ടേക്ക് ഇടിച്ചു വരുവാണ്. അത് അദ്ദേഹം കണ്ടു. അപ്പൊ അദ്ദേഹം ചോദിച്ചു. അതുകൊണ്ടാണ് പിന്നെ അവർ വിട്ടു. പിന്നെ പ്രൈവറ്റ് കേസാണ് കൊടുത്തു. ഏതായാലും ശരി, കേസ് കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് അവരുടെ പരിഭവമില്ല. ഞങ്ങൾ ഒരിക്കലും സ്ത്രീത്വം അപമാനിക്കില്ല. എല്ലാ സ്ത്രീകളെയും ബഹുമാനിക്കുന്ന ഒരു മനോഭാവം എനിക്കുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, വളരെ നന്ദി ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ.